മോദിയുടെ പേര് പറഞ്ഞാൽ കേരളത്തിലെ ചില മുസ്ലിങ്ങൾക്ക് അങ്ങ് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് കുരുപൊട്ടും. മോദി വലിയ മുസ്ലിം വിരുദ്ധനാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ മോദി ഇപ്പോൾ എത്തോപ്യയിൽ പോയി അതിനുശേഷം ജോർദാനിൽ ചെല്ലുന്നു. ജോർദാനിലെ രാജകുമാരൻ, അടുത്ത കിരീടാവകാശി, നബി, പ്രവാചകൻ നബിയുടെ 42ാമത്തെ തലമുറയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 41, 40 അങ്ങനെ എണ്ണിപ്പോയാൽ പൂർവ്വ പിതാമഹനാണ് നബി. പക്ഷേ ഈ ജോർദാൻ രാജകുമാരൻ അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള മോദിയെ കണ്ടപ്പോൾ സ്വന്തം കാറിൽ കയറ്റി അദ്ദേഹം തന്നെ മോദിയുടെ ഡ്രൈവറായി കാർ ഓടിച്ചു കൊണ്ടുപോയി. എത്തോപ്യ ചെന്നപ്പോൾ എത്തോപ്യയിലെ പ്രധാനമന്ത്രിയും കൊണ്ടുപോയി. പക്ഷെ അതിനേക്കാളും അത് രാഷ്ട്രീയക്കാരനാണ്. ഇത് പ്രവാചക പരമ്പരയിലെ ഇന്നത്തെ 42 രാജാവാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം സാറേ, ഈ കേരളത്തിലെ കുറേ ആളുകൾക്കാണല്ലോ മോദി എന്ന് പറഞ്ഞാൽ, പിന്നെ ഇന്ത്യയിലും ചിലയിടത്തൊക്കെ ഉണ്ട് മോദി ഭയങ്കര മുസ്ലിം വിരുദ്ധനാണെന്നൊക്കെ പറയുമ്പോൾ ലോക മുസ്ലിങ്ങൾ മോദിയെ സഹർഷം സ്വീകരിക്കുന്നു. മോദിയുടെ ഡ്രൈവർ ആകാൻ കഴിയുന്നത് പോലും ഭാഗ്യമാണെന്ന് ജോർദാനിലെ രാജകുമാരൻ പറയുന്നു. എന്താ ഈ വൈരുദ്ധ്യം? അല്ല, ഇത് മാത്രമല്ല, സൗദി അറേബ്യ, UAE, ബാക്കി ഖത്തർ, ഇങ്ങനെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും, പാകിസ്ഥാൻ ഒഴികെ, ഇപ്പോൾ ബംഗ്ലാദേശ് ഒഴികെ, അഫ്ഗാനിസ്ഥാൻ കണ്ട താലിബാൻ, അഫ്ഗാനിസ്ഥാൻ അടക്കം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും മോദിയുമായിട്ട് വളരെ ഹൃദ്യമായ ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. മോദിയും അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. ആ മോദിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് കൂടിയാണ് UAE അവിടെ ഒരു വലിയ ക്ഷേത്രം പണിയാനൊക്കെ ഉള്ള അവസരം കൊടുത്തു. ആ ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UAE അബുദാബിയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രം വന്നതൊക്കെ അങ്ങനെ വന്നതാണ്. പക്ഷെ ഇന്ത്യയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു നരേറ്റീവ് അല്ല, ഒരു കൺജക്ടറാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകളെ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ആഖ്യാനമാണ്. ആ ആഖ്യാനം തെറ്റിപ്പോയേക്കാം, പക്ഷെ വസ്തുതകൾ തെറ്റില്ല. വസ്തുത അവിടെ ഉണ്ട്, വസ്തുതയുണ്ട്. അതിനെ പൊലിപ്പിച്ചെടുക്കലാണ്. അതിനെ പൊലിപ്പിച്ചെടുക്കൽ നിങ്ങളത് കാണുന്ന രീതിയിലൊക്കെയാണ്. കൺജക്ടർ എന്ന് പറഞ്ഞാൽ അതല്ല. കൺജക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതയും ഇല്ലാതെ നിങ്ങളൊരു നരേറ്റീവ് ചുമ്മാ ഉണ്ടാക്കുക. ഇല്ലാവചനം പറഞ്ഞ് പരത്തുക എന്ന് കേട്ടിട്ടില്ലേ? ആ ഇല്ലാവചനം പറഞ്ഞ് പരുത്തി അതിനെ ജനങ്ങളിൽ വിശ്വസിപ്പിക്കുന്നതിനെയാണ് കൺജക്ടർ എന്ന് പറയുക. ഈ കൺജക്ടറിൻ്റെ ഉസ്താദ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് സോറസാണ്. ജോർജ് സോറസ് ഈ കൺജക്ടറെ കുറിച്ച് എടുക്കാൻ എവിടെ നിന്നാണ് എടുത്തതെന്ന് വെച്ചാൽ, ഈ ജോർജ് സോറസിനൊരു വലിയ ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഫിലോസഫി പ്രൊഫസറാകണമെന്നായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കാൾ പോപ്പർ എന്ന് പറയുന്ന വിശ്രുതനായ ഒരു ഫിലോസഫറുണ്ട്. അദ്ദേഹമാണ് ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ് എന്ന പുസ്തകം എഴുതിയത്. സ്വതന്ത്ര സമൂഹത്തിന് 3 ശത്രുക്കളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 1 കാർൽ മാർക്സ്, 2 ഹെഗൽ, 3 പ്ലേറ്റോ. ഈ 3 ശത്രുക്കളാണ് തുറന്ന സമൂഹത്തിന് ശത്രുവായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്നാണ് ഈ ഓപ്പൺ സൊസൈറ്റി ഫോറം ഇദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഡിഗ്രിക്കും PGക്കും സോറോസ് ഇയാളുടെ ശിഷ്യനായിരുന്നു. ദൗർഭാഗ്യവശാൽ വേണ്ടത്ര മാർക്ക് കിട്ടാഞ്ഞ കാരണം പുള്ളിക്ക് അധ്യാപകനാകാൻ കഴിഞ്ഞില്ല. അതിൽ കാൾ പോപ്പർ പറയുന്നത്, നമ്മൾ ശാസ്ത്രത്തിലുണ്ടാക്കുന്ന പൊതുപരികൽപ്പനകൾ, ജനറലൈസേഷൻസ്, അത് കൺജക്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതിന് വസ്തുതകളുടെ പിൻബലമില്ല. ഉദാഹരണത്തിന് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ നിയമത്തിന് വസ്തുതകളുടെ പിന്തുണയില്ല. നമ്മൾ 4-5 എണ്ണം കണ്ടിട്ട് ഇത് ശരിയാകുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുകയാണ്. ചക്ക വീഴുന്നതും മാങ്ങ വീഴുന്നതും ആപ്പിൾ വീഴുന്നതും കണ്ടിട്ട് ഇതിനെല്ലാം ഗുരുത്വാകർഷണ നിയമം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറയുകയാണ്. അത് കൺജക്ടറാണെന്നാണ്. ഇതിന് ഈ കൺജക്ടർ, വസ്തുതകളില്ലാത്ത പൊളിവചനങ്ങൾ, അത് കുറേ കഴിയുമ്പോഴേക്കും തെറ്റാണെന്ന് തെളിയിക്കപ്പെടും. ഈ കൺജക്ടേഴ്സ് ഒരിക്കലും ശരിയാണെന്ന് തെളിയിക്കപ്പെടില്ല, തെറ്റാണെന്നേ തെളിയിക്കപ്പെടുള്ളൂ. ഇതുപയോഗിച്ചിട്ടാണ് പുള്ളി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ തകർത്ത് തരിപ്പണമാക്കിയത്. അങ്ങനെ ഇതുപയോഗിച്ചിട്ടാണ് പുള്ളി വിവിധ ലോകരാജ്യങ്ങളെയും വിവിധ മൾട്ടിനാഷണൽ കമ്പനികളെയും ഈ കൺജക്ടേഴ്സ് ഉപയോഗിച്ച് തകർത്താണ് പുള്ളി ഇത്രയും കാശുകാരനായത്. അപ്പോൾ ഈ കൺജക്ടർ ഉപയോഗിക്കുന്ന രീതിയാണ് ഇന്ത്യയിൽ ഇവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ 11 വർഷം കഴിയുന്നു. 11 വർഷത്തിനിടയിൽ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മോദി എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്?
അല്ല, ദ്രോഹം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ മുസ്ലിം സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ പ്രവർത്തിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മുത്തലാഖ് നിരോധനമല്ലേ പറയുന്നത്? മുത്തലാഖ് നിരോധനമല്ലേ ഉദ്ദേശിച്ചത്? മുത്തലാഖ് നിരോധനം മാത്രമല്ല, അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞേക്കണത് മുത്തലാഖ് നിരോധനം മാത്രമാണ്. അതല്ലാത്തതില്ലേ, അവർക്ക് ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞിട്ടില്ലേ, അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? മുത്തലാഖ് നിരോധനം തന്നെ ചെറുതാണോ? സ്വത്തവകാശത്തിൻ്റെ പ്രശ്നത്തിലുള്ള യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ നല്ലൊരു വിഭാഗത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഒരാളാണ് മോദി. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി വിരുദ്ധതയാണ് ജീവിതത്തിലെ ഏക ആശ്രയം എന്ന് കരുതിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ജീവിച്ചു പോകണം. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം അതാണ്. ആ ചെക്കൻ വന്നതിന് ശേഷം വിശേഷിച്ചു. അതിനു മുമ്പ് മുസ്ലിം പ്രീണനമായിരുന്നല്ലോ. മുസ്ലിം പ്രീണനം ഫ്രം ദ വെരി ബിഗിനിങ്. അഫ്ഗാനിൽ പോയി ബാബറുടെ ഖബറിൽ സന്ദർശനം നടത്തുക. ഇത് മാത്രമൊന്നുമല്ല, ജവഹർലാൽ നെഹ്റു ആവശ്യത്തിലേറെ മുസ്ലിം പ്രീണനം നടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പുള്ളി മുസ്ലിം ലീഗിനെതിരായിരുന്നു. മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് പറഞ്ഞാൽ ഇവിടെ അവശേഷിക്കുന്ന മുസ്ലിങ്ങൾ നമുക്ക് വോട്ട് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങനെയല്ല, ചത്തതാണെങ്കിലും കുറച്ച് ജീവനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചത്തതാണെങ്കിലും കുറച്ച് ജീവനുണ്ട് എന്ന്, അങ്ങനെയാണല്ലോ മുസ്ലിം ലീഗിനെ എടുക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥ മുഖം പറഞ്ഞിട്ടുള്ളത് KM ഷാജിയാണ്. ഷാജി തുറന്ന് പറഞ്ഞു. ഷാജിയാണ് അതിനകത്ത് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞത്. തങ്ങൾ അടിമുടി കളവാണ് പറയുന്നത്. ഷാജി പറഞ്ഞു എന്ന് മാത്രമല്ല, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. വീണ്ടും ആവർത്തിച്ചു, ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു. മാത്രമല്ല, ഭരണം കിട്ടണമെന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള സത്യവും പറഞ്ഞു. ബാക്കിയുള്ളവർ പറയണത് ഞങ്ങൾ ഭരണം കിട്ടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നാണ്. അത് കളവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇസ്ലാമിക സംഘത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടുവരികയും, അപ്പോൾ അതിനെന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്ന് പറയുന്ന ഒരു കൺജക്ടർ ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ്സാണ്. അതൊരു കൺജക്ടറാണത്. ഹിന്ദുക്കളാണ്, അവർ മുസ്ലിങ്ങൾക്കെതിരാണ്. മോദി ഹിന്ദുവാണ്, അതുകൊണ്ട് മോദി മുസ്ലിമിന് എതിരാണ് എന്ന് പറയുന്ന ലളിതമായൊരു യുക്തി ഈ കൺജക്ടറിൻ്റെ പിന്നിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങൾക്കൊന്നും ഇത് ബോധ്യപ്പെടുന്നില്ലല്ലോ. അല്ല, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കാരണം അവർക്കറിയാം, അവിടെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രീഡവും അവസരവും ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. ഇവർക്ക് അതുണ്ടല്ലോ. ഇന്ത്യയിൽ അവർ സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഇവിടെ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് അവർക്ക്. പക്ഷേ ജോർദാൻ രാജകുമാരൻ മോദിയുടെ ഡ്രൈവറായി എന്ന് പറയുമ്പോൾ, ഒരു ഡ്രൈവർ ആവുക എന്ന് പറഞ്ഞൊരു പരിചാരകൻ്റെ വേഷമാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജകുമാരനാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ അങ്ങയെ സേവിക്കാൻ, അങ്ങയുടെ വണ്ടി ഓടിക്കാൻ ഞാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നതിലൂടെ അതൊരു വലിയ ആദരവും അംഗീകാരവുമാണ് മോദിക്ക്. പക്ഷെ അത് ഇവിടെ ആരും പറയില്ല. ഇവിടെ വാർത്തയില്ല, ഇവിടെ വാർത്ത ഒന്നും ഉണ്ടാകില്ല. കേരളത്തിൽ വിശേഷിച്ച് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ അറിയുന്നു. അങ്ങ് ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു, ഇപ്പോഴും പത്രപ്രവർത്തകനാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിൽ ഈ മാപ്ര എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ, അവരെ പോലെ സത്യസന്ധരല്ലാത്ത ഒരാളെയും നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. സത്യസന്ധരല്ല. ഞാൻ ജേർണലിസം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു രക്ഷാകവചം നമുക്ക് ബോധ്യമുള്ള സത്യം നമ്മൾ പറയുക എന്നുള്ളതാണ്. ഇപ്പം നേരെ തിരിച്ച്, ബോധ്യമുള്ള സത്യങ്ങൾ പറയാതിരിക്കുക, അസത്യങ്ങളിൽ നിന്ന് വാർത്ത ഉണ്ടാക്കുക. അല്ല, കൂടുതൽ ലാഭം കിട്ടുമെങ്കിൽ അസത്യം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇതിനകത്ത് ഇവിടുത്തെ മാപ്രകളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ എത്ര വിഭാഗങ്ങൾക്ക് ഇസ്ലാമിക ടെറർ ഫണ്ടിങ് കിട്ടുന്നുണ്ട്? വെളിവാക്കാൻ തയ്യാറുണ്ടോ? അവർ പറയുമോ? അതുപോലെ എണ്ണയെ പിടിച്ചോണ്ട് പോകത്തില്ലേ? അല്ല, പറയട്ടെ. അവർ സാറ് ഈ കൊലക്ക് കൊടുക്കാനുള്ള കൊലക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അത്ര വൃത്തികേടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര വൃത്തികേട്. ജീവിച്ചു പോട്ടെ സാറേ. ജീവിച്ചു പോകാനായിട്ട് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇതല്ലല്ലോ. ജീവിച്ചു പോകാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? അത് വിയർപ്പിൻ്റെ അസുഖമുള്ളവരാണ്. ആകെ ഈ പണിയെ അറിയാവുള്ളൂ. അല്ല, പിന്നെ അത് മാത്രമല്ല, എന്തൊക്കെയാണ് ഇവരിരുന്ന് കഴിച്ചു കൂട്ടുന്നത്?
എന്നിട്ട് ഇവർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി എന്താണ് ഈ തൂങ്ങിച്ചത്തവന് മറ്റേ കുത്തിക്കൊന്നവൻ ജാമ്യം എന്ന് പറയുന്ന രീതിയിൽ ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ റിട്ടയർ ചെയ്ത ജഡ്ജിമാർ, തുറന്നാൽ പാഷാണം മാത്രം വിളമ്പുന്നവർ, റിട്ടയർ ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാം വന്നിരുന്നുണ്ട് നിങ്ങൾ മഹാന്മാരാണെന്ന് പറയുകയും അത് കേട്ട് ഇവർ കോൾമയിർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇപ്പോൾ റിട്ടയർഡ് ചെയ്ത എല്ലാ പട്ടാളക്കാരും വരുന്നുണ്ട്. പട്ടാളക്കാർ അവർ ഇതിന് വരില്ല. അവർ ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരുന്നത് ആ സാമൂഹ്യ പ്രശ്നങ്ങളായി പറയാനൊക്കെ ചിലർക്ക് അതെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇതാണ് കുറിച്ച് ഒരു പിടിയില്ല. ഈ രാഷ്ട്രീയം ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് രാഷ്ട്രീയം പറയാൻ പറ്റില്ല. അതെ അതെ, ഇത് ദീർഘകാലമായിട്ട് ഇത് നിരീക്ഷിക്കുകയും അതിൽ പങ്കെടുക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ കഴിയും. ഒരു കേണൽ ഒരു സാഹിത്യ ഗ്രൂപ്പിൽ ഒരു കേണൽ പൂനെക്കാരൻ കേണൽ ഒരു പോസ്റ്റ് ഒരു കവിത എഴുതിയിരിക്കുന്നു. എന്തിനാണെന്നറിയുന്നില്ല SIR എന്ന് പറഞ്ഞ് പൗരന്മാരുടെ വോട്ട് കളയുന്നു. ഒരാൾ കവിത എഴുതിയിട്ടിരിക്കുക. ഇവനെയൊക്കെ അതായത് കേരളത്തിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം സുനിലെ, കേരളത്തിലായി 500 കവിതാ വായനക്കാരേ ഉള്ളു. അതിലൊരാൾ ഞാനാണെന്നാണ്. 5 ലക്ഷം കവികളുമുണ്ട്. 5 ലക്ഷം കവികളും 500 കവിതാ വായനക്കാരും അതിലൊരാളാണ് ഞാൻ. ഈ കവികളെല്ലാം കവിത വായിപ്പിക്കാതിരിക്കാൻ അവരുടെ പരമാവധി പരിശ്രമിച്ചിട്ടും കവിത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചു സാറിന്. കാരണം എന്ന് വെച്ചാൽ അത്രയേറെ ദ്രോഹമാണ് ഇവർ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കവിതയ്ക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അപ്പറേ വാ ഞാൻ ഇപ്പറേ വരാം എന്ന് പറയുന്നതാണ് കവിത. എന്നിട്ട് അതുവഴി വരാൻ പറഞ്ഞതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് ഈ കവി തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയിരിക്കുന്ന നിരൂപക വേഷങ്ങൾ അതിനെക്കുറിച്ച് എഴുതും. പിന്നെ ഈ അധ്യാപകരായ കവികളാണ് അതിനേക്കാൾ അപകടകാരികൾ. അവരെന്താണെന്ന് വെച്ചാൽ സ്വന്തം ശിഷ്യ സമൂഹത്തെ കൊണ്ട് ഇവൻ്റെ കവിത മഹത്താണെന്ന് എഴുതിപ്പിക്കും. അതൊന്നുണ്ട്. പിന്നെ കവിത അടിച്ചു മാറ്റുന്ന അധ്യാപകയത്തിമാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്ത് വൃത്തികേടും ചെയ്ത് കളയും. ഇതെന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അതാണ് മോദിയുടെ ഭരണ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ എല്ലാവർക്കും നീതി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആ നീതി കിട്ടുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കാണ്. പക്ഷേ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. മോദി അല്ലെങ്കിൽ മോദിയുടെ പാർട്ടി മുസ്ലിം വിരുദ്ധരാണെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് അവരുടെ രാജ്യങ്ങളാണെന്ന് പറയുന്ന 57 ഇസ്ലാമിക രാജ്യങ്ങളിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒഴികെയുള്ള ബാക്കി രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ അതൊന്നും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല? അല്ല, അവർക്ക് ഇവരെ പുച്ഛമാണ്. അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ നാളെ 17-18 തീയതികളിൽ മോദി ഒമാനിൽ പോവുകയാണ്. ഇന്ത്യയായിട്ട് ഏറ്റവും വലിയ വൈകാരിക ബന്ധമുള്ള രാജ്യമാണ്. എനിക്കറിയാം. കാരണം അവിടുത്തെ സുൽത്താൻമാർ പഠിച്ചത് ഇന്ത്യയിലാണെന്ന് മാത്രമല്ല ഇവിടെ നിന്നാണ് പോകുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പോപ്പുലർ സിനിമാക്കാരൻ അമിതാഭ് ബച്ചനായിരുന്നു. ഞാനൊരു ഒമാൻ സന്ദർശിച്ച സമയത്ത് അമിതാഭ് ബച്ചൻ്റെ വലിയ ചിത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒമാനിൽ ഞാൻ ഒരു പ്രസംഗിക്കാൻ വേണ്ടി പോയതാണ്. അല്ല, ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ചില സൈനിക താവളങ്ങൾ ഒമാനിലുണ്ടെന്നാണ് പറയുന്നത്. കാണും. അത് അവർക്ക് അവരുടെ രാജ്യം നോക്കണ്ടേന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യം സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പുരോഗതി കൈവരിച്ചില്ലെങ്കിൽ രാജാവിൻ്റെ പണി പോകും. മനസ്സിലായില്ലേ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എന്ത് സംഭവിച്ചാലും അവിടെയുള്ള ആർക്കും ഒന്നും സംഭവിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും എവിടെയാണെന്നറിയാമോ? ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമാണ്. അപ്പോൾ അവർക്ക് ഒരു വിമാനത്തിൽ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മതി. പിന്നെ പാകിസ്ഥാനിലുള്ളത് മുസ്ലിങ്ങൾ അവന്മാർ നശിക്കട്ടെ എന്നാണ് ഇവരുടെ. അവർക്കെന്ത് ചെയ്തത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ചാനൽ തുറന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം. ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ലൈവിന് ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരു 10 ലക്ഷത്തിന് മുകളിൽ റിയൽ ടൈം വ്യൂവർഷിപ്പ് നമുക്കുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ അത്രയും എത്തുന്നില്ല. കാരണം നിങ്ങളിത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളങ്ങ് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ഉറപ്പായും ചാനൽ തുറക്കുക, സബ്സ്ക്രൈബ് ബാർ നോക്കുക, അവിടെ ഒന്ന് വിരലമർത്തുക, പിന്നെ ഇടതുവശത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കുക.